ഇന്ന് എൻ്റെ ചെടികളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗി. അതിനൊരു കാരണമുണ്ട് കേട്ടോ. നല്ല മഴയുണ്ടായിരുന്നേ. മഴയത്ത് നല്ല പോലെ ചെടികളൊക്കെ നനഞ്ഞു കിടക്കുകയാണ്. അപ്പം അതിനൊരു പ്രത്യേക ഭംഗി ഉണ്ടായിരിക്കുമല്ലോ. ഇതാ നോക്കി, നമ്മളുടെ ചെമ്പരത്തി കൊഴിയാനായിട്ടോ. പിന്നെ ദാ ഈ നിൽക്കുന്ന ചെമ്പരത്തി എംസാൻഡിലാണ് കേട്ടോ നിൽക്കുന്നത്. ആ ഒരു ചാക്കിൽ നിറയെ എംസാൻഡാണ്. അതിൽ ഞാൻ അങ്ങനെ വെറുതെ കൊമ്പ് കുത്തി കൊടുത്താണേ ഇപ്പോഴാണ് കേട്ടോ പൂക്കൾ ഉണ്ടാവുന്നത്. എങ്കിലും ഉണ്ടായപ്പോൾ നോക്കിയേ, ഇതാ നിറച്ചു മുട്ടകളായിട്ടാണ് കേട്ടോ വരുന്നത്. തൊട്ടിപ്പുറത്ത് തന്നെ നല്ല ലെങ്ത്തിൽ അടുത്ത ചെമ്പരത്തി നിൽക്കുന്നുണ്ട് കേട്ടോ. സെയിം തന്നെയാണ്, ഈ ഒരു മഞ്ഞ കളറിലെ ചെമ്പരത്തിയാണ് കേട്ടോ. വെറുതെ കൊണ്ടുപോയി നമ്മൾ കൊമ്പൊന്ന് കുത്തി കൊടുത്താലും എളുപ്പത്തിൽ തന്നെ നമുക്ക് പിടിച്ചു കിട്ടും കേട്ടോ. അപ്പം എനിക്ക് കൊമ്പുകൾ മുറിച്ച് കളയാൻ ബുദ്ധിമുട്ടായിട്ട് ഞാൻ അവിടെ ഇവിടേക്ക് ഇങ്ങനെ കുത്തിക്കൊണ്ടുപോയി വെക്കും. അപ്പം അതൊക്കെ എളുപ്പത്തിൽ തന്നെ പിടിച്ചു കിട്ടും കേട്ടോ. അതിൻ്റെ ഒരു ചട്ടി കണ്ടോ, ഇത്രയും ചെറിയ ചട്ടിയിലാണ്, ഇതാ നോക്കി കണ്ടോ, ഇത്ര ഉള്ളു കേട്ടോ. അത്രയും ചെറിയ ചട്ടിയിലാണ് ഇത്രയും ലെങ്ത്തിൽ ആ ഒരു ചെമ്പരത്തി പോയിരിക്കുന്നത്. കണ്ടോ, നിറച്ച് മുട്ടുകളും പൂവുകളൊക്കെയാണ് കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ദാ ഇത് അടുത്ത ചെമ്പരത്തി. ഇത് വളർന്നു വരുന്ന സ്റ്റേജാണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് ഉമ്മച്ചി തന്നതാണേ. എനിക്ക് അത്ര അധികം ഇഷ്ടമല്ലാത്ത രണ്ട് ചെടികളായിരുന്നു ബൊഗെയിൻവില്ലയും ചെമ്പരത്തിയും. പക്ഷേ ഇത് രണ്ടും ആണ് കേട്ടോ ഇപ്പം എൻ്റെ ഫേവറേറ്റ്. ഇതാ നോക്കി, എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഇത് കൊഴിഞ്ഞു പോയതാണ് കേട്ടോ. കഴിഞ്ഞ മഴയിൽ എന്തോ കൊഴിഞ്ഞു പോയതാണ്. ഇത് വിടർന്നു വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നമ്മളുടെ സെയിം മഞ്ഞ നിൽക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു ചെമ്പരത്തി. ഇത് നമ്മുടെ മണ്ണിൽ നിൽക്കുന്ന ചെമ്പരത്തിയാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ഹൈറ്റിലേക്കാണ് പോകുന്നത്. ഞാൻ വെട്ടി നിർത്തുന്ന കൊണ്ടാണ് കേട്ടോ അധികം അങ്ങോട്ട് പോവാണ്ട് നിൽക്കുന്നത്. ഇതാ മഴയത്ത് കുളിച്ച് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പൊ ഈ മഴയൊക്കെ നനഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. അങ്ങനെ അത് കണ്ടപ്പോൾ ഒരു വീഡിയോ ആക്കിയതാണ് കേട്ടോ. ഇതാ മുളകൊക്കെ അത്യാവശ്യം ഞാൻ പറിച്ചെടുത്തായിരുന്നു കഴിഞ്ഞ ദിവസം. എങ്കിലും 2 എണ്ണം കൂടി കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ കറികൾക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ മുളക് തീർന്നാൽ മാത്രമാണ് പുറത്തുനിന്ന് മുളക് വാങ്ങിക്കുള്ളൂ. ദാ ഈ പാവലില് ഇതാ നോക്കി, ഒരു കുഞ്ഞു പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആലിമിൻ്റെ അംഗനവാടിയിൽ നിന്ന് കിട്ടിയ വിത്തിൽ നിന്നും മുളച്ചതാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്, 2-3 എണ്ണമൊക്കെ ഉണ്ട് കേട്ടോ. പാവയ്ക്ക ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാവുമ്പോൾ എന്തായാലും നമ്മൾ എടുക്കുമല്ലോ. അപ്പം ഇത് വലുതാവാനുള്ള ഒരു കാത്തിരിപ്പാണേ. ഇത് ഉമ്മച്ചി തന്ന ചെമ്പരത്തിയാണ് കേട്ടോ. ഹൈബ്രിഡ് ചെമ്പരത്തിയാണ്. ഇതാ പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വളർന്ന് ഇതിൽ പൂവുണ്ടാവണം. പിന്നെ അതേപോലെ തന്നെ ഇതാ വയലറ്റ് താള് നോക്കി, അവിടെ ഇവിടേക്ക് ആയിട്ട് അതിൻ്റെ കുഞ്ഞു മക്കൾ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. വേരിൽ നിന്നുമാണ് ഇത് പൊട്ടി വളർന്നു വരുന്നത്. അവിടെ ഇവിടേക്ക് ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം കിട്ടിയ മുളകാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ അത്യാവശ്യത്തിനുള്ള മുളക് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഞാനിവിടെ പറയാൻ വന്ന കാര്യം മറ്റൊന്നാണ് കേട്ടോ. നമ്മളുടെ ചെടികൾ ഇത്രയും ഹെൽത്തി ആയിട്ടും ഇതേപോലെ പൂക്കളും ഫലങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു വളത്തെക്കുറിച്ച് പറയാനായിട്ടാണ് കേട്ടോ. ഇതാ നോക്കിയേ, ഇത് കഞ്ഞിവെള്ളമാണേ. നമ്മൾ ദിവസവും പുറത്തേക്ക് കളയുന്ന കഞ്ഞിവെള്ളം. പക്ഷേ അത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാലോ നമുക്ക് നമ്മളുടെ ഗാർഡനിൽ മാജിക് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ചെടികൾക്ക് എങ്ങനെയാണ് ഈ വളം കൊടുക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ഇത് നമ്മുടെ ബയോബിനാണ് കേട്ടോ. ബയോബിൻ ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടിയിലെ തട്ടിൽ നമുക്ക് വളമായിട്ട് എടുക്കാനായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അത് ഞാൻ എടുക്കുന്നില്ല, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടേ എടുക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് ഇതിൻ്റെ സ്ലറിയാണ്. അതായത് ആ ഒരു നീല ബോക്സ് കണ്ടോ, അതിൻ്റെ താഴെ സ്ലറി വന്ന് കിടക്കുന്നുണ്ടാവും കേട്ടോ. ഈ ഒരു വെജിറ്റബിളിൽ നിന്നും നമ്മൾ സ്ലറി ആയിട്ടുണ്ടാവും. കണ്ടില്ലേ, ഇത്രത്തോളം സ്ലറി ആയിട്ടുണ്ട് കേട്ടോ. കഞ്ഞിവെള്ളം 2 ദിവസം പുളിപ്പിച്ച് വെച്ചതാണ് ഞാൻ ആ ബക്കറ്റിൽ കാണിച്ചത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുളിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് ദാ ഈ സ്ലറി അങ്ങോട്ട് ചേർത്ത് കൊടുക്കും. നമ്മുടെ മാജിക് വളം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. കഞ്ഞിവെള്ളം നേരിട്ടൊഴിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി ഗുണമാണ് അത് പുളിപ്പിച്ചൊഴിക്കുമ്പോൾ കിട്ടുന്നത്.
അപ്പോൾ 2 ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തു വെച്ചത്. ഇവിടെ ഉച്ചയ്ക്ക് മാത്രമാണ് ചോറ് കഴിക്കുന്നത്. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമാണ് കേട്ടോ കഞ്ഞിവെള്ളം കിട്ടാറുള്ളൂ. അപ്പം ഞാൻ ആ ബക്കറ്റ് നിറയെ വെള്ളം എടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, ആ ഒരു കപ്പിൽ പകുതി ഈ ഒരു സ്ലറി എടുത്തതിന് ശേഷം പിന്നെയും വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ നല്ല രീതിക്ക് തന്നെ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യണം. എന്നിട്ട് വേണം നമ്മളുടെ ചെടികൾക്ക് ഇതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇത്തരത്തിൽ 3 ദിവസം വരെ പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, ചോറ് വയ്ക്കുമ്പോൾ ഉപ്പിടുകയാണെങ്കിൽ ആ കഞ്ഞിവെള്ളം നമ്മൾ എടുക്കരുത് കേട്ടോ. കാരണം അങ്ങനെ എടുക്കുകയാണെങ്കിൽ അത് ചെടികൾക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യാറ്. നേരിയ രീതിയിലുള്ള ഉപ്പാണെങ്കിൽ അത്ര പ്രശ്നമില്ല കേട്ടോ. ഇനി അടുത്തൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത്തരത്തിൽ നമ്മൾ പുളിപ്പിച്ച വെള്ളം അതേപോലെ തന്നെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഇത് അസിഡിക് ആയതുകൊണ്ട് ചെടികളുടെ വേരിന് കേടുപാടുകൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളത്തിന് 5 ഗ്ലാസോ 10 ഗ്ലാസോ വെള്ളം നമ്മൾ ചേർക്കണം. ഈ ഒരു വളം നമ്മൾക്ക് പൂച്ചെടികൾക്കും അതേപോലെ കായ്കൾ ഉണ്ടാകുന്ന ചെടികൾക്കും എല്ലാത്തിനും ഒരേപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇലകളിൽ ഉണ്ടാവുന്ന കീടങ്ങളെ നശിപ്പിക്കാനും ഇതിൻ്റെ ഇലകളിൽ സ്പ്രേ ചെയ്തു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. എങ്കിലും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണേ, അമിതമായാൽ അമൃതും വിഷം എന്നല്ലേ പറയാറ്. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നമ്മൾ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എല്ലാ ദിവസവും അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഒന്നും നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഇങ്ങനെ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ഇതേപോലെ കഞ്ഞിവെള്ളം കളയുന്നവരാണെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. നമ്മളുടെ പൂച്ചെടികൾക്കും തക്കാളിക്കും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കൂ. റിസൾട്ട് വളരെ മാറ്റമുള്ളതാണ്. ഈ ഒരു വെജിറ്റബിൾ സ്ലറി കൂടി ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇരട്ടിയായിരിക്കും കേട്ടോ അതിൻ്റെ ഫലം. ഇനിയിപ്പോൾ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ തന്നെ വെജിറ്റബിൾ സ്ലറി നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തും ചേർക്കാവുന്നതാണ്. പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിലാവുമ്പോൾ അതിൻ്റെ ഗുണം ഇരട്ടിയാണ് കേട്ടോ. അതല്ലാതെ തന്നെ പുളിപ്പിച്ച കഞ്ഞിവെള്ളവും നമ്മൾക്ക് ചെടിക്ക് വളമായിട്ട് ചേർത്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ്. എങ്കിലും സ്ലറി കൂടി ഉണ്ടെങ്കിൽ അത്രയും എഫക്റ്റാണ് ചെടികൾക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡബിൾ ബൂസ്റ്ററാണ് നമ്മളുടെ ചെടികൾക്ക് കിട്ടുന്നത്. അതായത് ഒന്ന് പുളിപ്പിച്ച കഞ്ഞിവെള്ളവും അതിൻ്റെ കൂട്ടത്തിൽ സ്ലറിയും. അപ്പോൾ സ്ലറി എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മളുടെ അടുക്കള മാലിന്യങ്ങൾ ബയോബിനിൽ ഇട്ട് കഴിയുമ്പോൾ അതിൽ നിന്നും ഊറി വരുന്ന ദ്രാവകമാണ് നമ്മൾ സ്ലറി എന്ന് പറയുന്നത്. ഈ ദ്രാവകത്തിൽ ചെടികൾക്ക് ആവശ്യമായ എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ പൈസ ചിലവില്ലാണ്ട് നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇതേപോലെയുള്ള വളങ്ങൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് വെള്ളം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് എല്ലാ ചെടികൾക്കും തന്നെ നനച്ചു കൊടുക്കാനുള്ള വെള്ളം നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളട്ടെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഇരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.